ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ലോക്കി പാലക് ജവാർ മുഠിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളാണെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ നല്ല ഹെൽത്തി റെസിപ്പി ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ റെസിപ്പി ആയത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഏറ്റവും സിമ്പിൾ റെസിപ്പിയാണ്, എന്നാൽ കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം പാലക്ക് നന്നായിട്ട് ക്ലീൻ ആക്കി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 150 ഗ്രാം കാണും. പിന്നെ ആണെങ്കിൽ ഇതുപോലെ ലോക്കി എടുത്തിട്ടുണ്ട്, അത് ഒരു 300 ഗ്രാം കാണും. ഇതിൻ്റെ ഇതെല്ലാം തണ്ടും വാലും എല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്രേറ്ററിനകത്ത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അരിയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അരി കളഞ്ഞിട്ട് വേണേ ഗ്രേറ്റ് ചെയ്ത്. ഇപ്പോൾ ചെറുത് പിഞ്ചായ കാരണം അരിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അരിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ഇനി നമുക്കിതുപോലെ തന്നെ പാലക്കിനിലയും നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പാലക്കിനിലയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആവശ്യമുണ്ട്, അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചോപ്പിങ്ങൊക്കെ ആദ്യം ഒന്ന് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം പെട്ടെന്നായിരിക്കും കേട്ടോ. ഈ ചോപ്പിങ്ങിൻ്റെ പണി പെട്ടെന്നേ ഉള്ളൂ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളായിരിക്കും കേട്ടോ, പെട്ടെന്നോട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതേ പാലക്കും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ അത് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ചോപ്പറിനകത്ത് നമുക്കാണെങ്കിൽ ഒരു 5-6 പച്ചമുളകും പിന്നെ 5-6 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. നമുക്ക് എരിവ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചോപ്പ് ചെയ്തും നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഗ്രേറ്ററിനകത്ത് ചോപ്പ് ചെയ്തും നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ അത് അടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് ഞാനാണെങ്കിൽ ജവാർ ആട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജവാർ ആട്ട നമുക്ക് എവിടെ വേണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും ഓൺലൈനാണെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ അതിനകത്ത് എണ്ണ, കപ്പലണ്ടി എണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഒരു നുള്ള നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മറന്നുപോലെ. പിന്നെ 1 ടീസ്പൂൺ നമുക്ക് അയമോദകം ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളത്തെ എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കാണെങ്കിൽ വെള്ളത്തിൽ ആദ്യം ഒന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണേ. എന്ന് വെച്ചാൽ ലോക്കിക്കകത്തുനിന്ന് വെള്ളം ഇറങ്ങും, പാലക്കിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ അതൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് അഥവാ നമുക്ക് തോന്നുന്നുണ്ട് ബൈൻഡായി വരുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ കയ്യിൽ ഇച്ചിരി വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് നമുക്കത് ഇതുപോലെ ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇത് ഒട്ടുന്നുണ്ടെങ്കിൽ കൈ ഇച്ചിരി എണ്ണ തടവിയിട്ട് വേണേ ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഒട്ടുന്നൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അന്നേരം തന്നെ നമ്മൾ റോളാക്കി എടുക്കണം. അല്ലെങ്കിൽ പാലക്കിൽ ലോക്കിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരത്തില്ല, അപ്പോൾ പിന്നെ നമുക്ക് ഒത്തിരി പൊടിയുടെ ആവശ്യം വരും. അപ്പോൾ ടേസ്റ്റൊക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അതേ ഒരു സ്റ്റീമറിനകത്ത് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമുക്കാണെങ്കിൽ പാത്രത്തിനുള്ളിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണേ. എന്നിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 20 തൊട്ട് 25 മിനിറ്റ് 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ടൂത്ത് പിക്ക് എന്തെങ്കിലും ഇട്ടൊന്ന് നോക്കണേ, ഇതായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എൻ്റെ 20 മിനിറ്റ് കൊണ്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, അധികം സമയം എടുക്കത്തില്ല അത്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. വട്ടനെ ഒന്ന് മുറിച്ചെടുക്കുക. നമുക്കൊരു കടായി എടുക്കുക. കടായിലേക്ക് 2-3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി എണ്ണ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതാ ടേസ്റ്റ് നല്ല കേട്ടോ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ. അതുകൊണ്ടാണ് പറഞ്ഞത് കപ്പലണ്ടി എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കാണെങ്കിൽ കടുക് ഇട്ട് കൊടുക്കുക 1 ടീസ്പൂൺ. അതിന് ശേഷം 1 ടീസ്പൂൺ നമുക്ക് എള്ള് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടി എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുത്ത് സോട്ട് ചെയ്തതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. മുട്ടിയാണ് ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ലോക്കി പാലക് ജവാർ മുഠിയ റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നല്ല ഹെൽത്തി റെസിപ്പിയാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചിനാണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുന്നോട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്.